നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിലാണ് ജാമ്യം എറണാകുളം മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ചത്. ഇന്ന് രാവിലെ 11 മണിക്ക് എളമക്കര പോലീസ് സ്റ്റേഷനിലെത്തിച്ച സനൽകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപാണ് ചേരുന്നത്. നിഷ, എന്തായാലും സനൽകുമാർ ശശിധരന് ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് തുടർ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, ഒരു ദിവസത്തേക്കാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം നൽകിയത്. ഇന്നലെ രാത്രി ഏതാണ്ട് 9:40 മുംബൈയിൽ നിന്നും ട്രെയിൻ വഴി ഈ സനൽകുമാർ ശശിധരനെ കൊച്ചിയിൽ എത്തിച്ചത്. അതിനുശേഷം എളമക്കര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് ഒരു ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചു. ഇന്ന് വീണ്ടും ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ 11 മണിയോടുകൂടി സനൽകുമാർ ശശിധരനെ ഹാജരാക്കും. എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 2 തവണ ഈ നടി പരാതി നൽകിയിരുന്നു. ആദ്യത്തെ പരാതി 2022 അന്ന് നടിയുടെ പരാതിയിൽ ഇതേ കാര്യം തന്നെയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചു, സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തി, വിടാതെ അയാൾ പിന്തുടർന്ന് അപമാനിക്കുന്നു, അതൊക്കെയായിരുന്നു നടിയുടെ പരാതി. അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, ഇയാളെ ജാമ്യത്തിൽ വിട്ടിരുന്നു. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും ഇയാൾ ഇത്തരത്തിൽ നടിയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴിയായിരുന്നു പ്രധാനമായും ഇത്തരത്തിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയത്. ഒപ്പം തന്നെ നടിയുടേതെന്ന പേരിൽ ശബ്ദ സന്ദേശങ്ങളടക്കം ഇയാൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. പിന്നീട് കഴിഞ്ഞ ജനുവരിയിലും ഈ നടി പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അന്ന് ആ സമയത്ത് സനൽകുമാർ ശശിധരൻ US-ലായിരുന്നു. പിന്നീട് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. ഇതേ തുടർന്നാണ് ഇയാൾ US-ൽ നിന്ന് തിരികെ ഇന്ത്യയിലേക്ക് വരുന്ന വഴി മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് സനൽകുമാറിനെ പിടികൂടിയതും എളമക്കര പോലീസ് മുംബൈയിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തതും. ഇന്നലെ എളമക്കര പോലീസ് സനൽകുമാർ ശശിധരനെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. എന്തായാലും വിശദമായി തന്നെ ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ 11 മണിയോടുകൂടി ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ സനൽകുമാർ ശശിധരനെ ഹാജരാക്കും. പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ആ രീതിയിലായിരിക്കും ഈ കേസിലെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുക. രാഖി, നിഷ, നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു എങ്കിൽ പോലും രാവിലെ 11 മണിക്ക് എളമക്കര പോലീസ് സ്റ്റേഷനിലെത്തിക്കും. ഒപ്പം തന്നെ വിശദമായ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. നിഷ ദിലീപാണ് വാർത്തയിലെ വിശദാംശങ്ങൾ നൽകിയത്.